ദൈവവും നിങ്ങളും നമ്മൾ കൂട്ടായ്മയെ ആചരിക്കാത്തിടത്തോളം കാലം ദൈവത്തിന് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ദൈവം നിങ്ങളെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നതിന്റെ കാരണം ദൈവത്തിന് നിങ്ങളിൽ ഗോഡ് വാണ്ട് ടു ഇൻഫ്ലുവൻസ് യു. നിങ്ങൾ അവനാൽ നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആകണമെന്ന്, സ്വാധീനിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഞങ്ങൾ ചില ആളുകളോട് പറയലേ, ആ മനുഷ്യനോട് 5 മിനിറ്റ് വർത്തമാനം പറഞ്ഞേ ഉള്ളൂ, അയാൾ അങ്ങ് സ്വാധീനിച്ചു കേട്ടോ എന്ന്. 5 മിനിറ്റ് ആ സിനിമ കണ്ടേ ഉള്ളൂ, അതങ്ങ് പിടിച്ചു കുലുക്കി കേട്ടോ എന്ന്. അതിന്റെ പേരാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. 5 മിനിറ്റ് ദൈവമായിട്ടുള്ള കൂട്ടായ്മ നിങ്ങളിൽ കൊണ്ടുവരുന്ന ഇൻഫ്ലുവൻസ് എത്രയാണെന്ന് ഈ ലോകം ഇന്ന് വരെയും കണക്കുകൂട്ടിയിട്ടില്ല, ഇനിയും കണക്കുകൂട്ടാൻ കഴിയുകയില്ല. 5 മിനിറ്റ് ദൈവമായിട്ടുള്ള കൂട്ടായ്മ നിങ്ങളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുവെങ്കിൽ ആ ഇൻഫ്ലുവൻസിന്റെ ഉദ്ദേശം, റീസൺ, കാരണം നിങ്ങൾ ഒരു ഇൻഫ്ലുവൻസർ ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മറ്റൊന്നിനുമല്ല, നിങ്ങളിലൂടെ പട്ടണങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. രാജ്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. വ്യക്തികളെ സ്വാധീനിക്കണം, രാജ്യങ്ങളെ സ്വാധീനിക്കണം, പട്ടണങ്ങളെ സ്വാധീനിക്കണം, ദേശങ്ങളെ സ്വാധീനിക്കണം.